അപകടങ്ങളുടെ കേന്ദ്രമായി മാറിയ മല്ലപ്പള്ളി തേരടിപ്പുഴ വളവിൽ മാത്യു ടി തോമസ് എം.എൽ.എയും KSTP റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഇമത്തിയാസ് മാലിക്കും സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ അപകടങ്ങൾ ഒഴിവാക്കുവാനുള്ള നടപടികൾ KSTP ആവിഷ്കരിക്കും. മല്ലപ്പള്ളി പരിയാരം കോമളം റോഡിലെ തേരടിപ്പുഴ കലിങ്ങിന് സമീപം നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലമാണ് മാത്യു ടി തോമസ് എം.എൽ.എയും KSTP റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഇമത്തിയാസ് മാലിക്കും സന്ദർശിച്ചത്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് തേരടിപ്പുഴ വടവിലെത്തിയ സംഘം അപകടമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ നടപ്പിലാക്കേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ താൽക്കാലിക സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കുമെങ്കിലും ശാശ്വതമായ പരിഹാരം പിന്നീട് ഒരുക്കും. KSTP സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് KSTP ചീഫ് എഞ്ചിനീയർക്ക് സംഘം ഉടൻ സമർപ്പിക്കും. അതിനുശേഷം മാത്യു ടി തോമസ് എം.എൽ.എ KSTP ചീഫ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി ഇവിടേക്ക് ആവശ്യമായ ഫണ്ട് അനുവദിപ്പിച്ച് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മല്ലപ്പള്ളി പരിയാരം റോഡിലെ അപകടകരമായ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇവിടെ ചെയ്യേണ്ട മാറ്റങ്ങൾ കണ്ടെത്തിയതായി KSTP റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഇമത്തിയാസ് മാലിക് ഗാലക്സി ന്യൂസിനോട് പറഞ്ഞു. So our team visited the site, this site as well as this stretch of the road and multiple roads also which is recently opened for public KSTP roads, and we have observed the accident locations and identified the cause also, and accordingly we are proposing the mitigation measures. One is the short-term mitigation which can be done in a day or two, and then based on our road safety audit report, the final mitigation measure will be implemented as soon as possible. ഈ റോഡിൽ പരിയാരം മുതൽ പല ഭാഗങ്ങളും അപകടം നിറഞ്ഞതാണ്. അവിടങ്ങളിലെ പ്രശ്നങ്ങളും വിദഗ്ധ സംഘം പരിശോധിച്ചു. ഇതിന്റെ ഉൾപ്പെടെ റിപ്പോർട്ട് KSTP ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിക്കും. റോഡിലെ അപകടം കുറയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും ഇതിന് പണം ഒരു തടസ്സമല്ലെന്നും മാത്യു ടി തോമസ് എം.എൽ.എ പറഞ്ഞു. തേരടിപ്പുഴയിൽ അടിക്കടിയായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ വലിയ ആശങ്ക ഉണർത്തുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽ മരണപ്പെട്ടു എന്നതും നമ്മളെ വിഷമിപ്പിക്കുന്ന സംഗതിയാണ്. അപകട സാധ്യതകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിനെ കണ്ടെത്താവുന്ന പോംവഴി. അതുകൊണ്ട് അടിയന്തരമായി ഇന്നും നാളെയുമായി ചെയ്യേണ്ട ചില പ്രവർത്തികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. KSTPയുടെ റോഡ് സേഫ്റ്റി എക്സ്പേർട്ട് ഡൽഹിയിൽ നിന്ന് വന്ന് പഠനം നടത്തിയ അനുസരിച്ച് അടിയന്തരമായി ഈ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നും നാളെയുമായി ചെയ്തു തീർക്കും. അതായത് ഇവിടെ തുറന്നു കിടക്കുന്ന ഭാഗം വീപ്പ കൊണ്ട്, മണ്ണ് നിറച്ച വീപ്പ കൊണ്ട് അടയ്ക്കും. പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല. മറ്റ് പരിഹാര നിർദ്ദേശങ്ങൾ അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഒരു റിപ്പോർട്ടായി KSTP ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ KSTP ചീഫ് എഞ്ചിനീയറെ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്ത് അതിനാവശ്യമായ ഫണ്ട് ലഭ്യമാകുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ശാശ്വതമായ പരിഹാര മാർഗങ്ങളിലേക്ക് നീങ്ങുന്നതാണ്. ഇവിടെ മാത്രമല്ല, ഈ റോഡുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രദേശങ്ങളിലും ചില സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണം എന്നാണ് റോഡ് സേഫ്റ്റി വിങ്ങിൻ്റെ അഭിപ്രായം. അതും ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിൽ ചീഫ് എഞ്ചിനീയർക്കുള്ള റിപ്പോർട്ടിൽ അവരെ ഉൾപ്പെടുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ 3 മാസത്തിനിടെ 4 വലിയ അപകടങ്ങളും ചെറിയ നിരവധി അപകടങ്ങളും ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട്. അപകടത്തിൽ ഒരു യുവ അധ്യാപകൻ മരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മാത്യു ടി തോമസ് എം.എൽ.എ മുൻകൈയെടുത്ത് KSTP സംഘത്തെ അപകട സ്ഥലത്ത് എത്തിച്ചത്. എന്നാൽ അപകടങ്ങൾ തേരടിപ്പുഴ കൊടുംവളവിൽ സ്ഥിരമായി ഉണ്ടായിട്ടും അപകടം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തേരടിപ്പുഴ വളവിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തിയിരുന്നത്. ഇതുകൂടാതെ വിവിധ സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. സന്ദർശക സംഘത്തിൽ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിദ്യാമോൾ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം പട്ടേരി, രാജൻ M. ഈപ്പൻ, KSTP ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വിദഗ്ധൻ ഗോകുലൻ സെൽവരാജ്, KSTP കമ്മ്യൂണിറ്റി ലൈസൺ ഓഫീസർ ദിൽതുഷ് H, KSTP പൊൻകുന്നം അസിസ്റ്റന്റ് എഞ്ചിനീയർ കാവ്യ T, KSTP സോഷ്യോളജിസ്റ്റ് മാത്യു തോമസ്, കോൺട്രാക്ടർ പ്രതിനിധി ആശിഷ് വൈദ്യൻ എന്നിവർ പങ്കെടുത്തു.